അപ്പം ഞാൻ ഏതോ ഒരു ഷൂട്ടിന് കൊച്ചിയിലുണ്ട്, അദ്ദേഹം ഞാൻ താമസിക്കുന്ന അതേ ഹോട്ടലിൽ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നു. അപ്പോൾ ഗിരീഷ് അണ്ണനും വന്നു പാട്ട് എഴുതിക്കൊണ്ട്, നീ ഒന്ന് പാടി നോക്കുക. അപ്പോൾ നല്ല അദ്ദേഹം ഇങ്ങനെ മീനെ പോലെ വെള്ളത്തിലാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ അതൊരു ഈ ബോധമില്ലാതിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഇരുന്നിട്ട് പാടുന്ന എനിക്കൊരു താല്പര്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എനിക്കത് അണ്ണൻ്റെ അടുത്ത് പറയാനും വയ്യ. അപ്പോൾ ഞാൻ പറഞ്ഞു, അണ്ണാച്ചി ഒരു കാര്യം ചെയ്യും, അണ്ണാച്ചി ഒന്ന് റെസ്റ്റ് എടുക്കുക, ഞാനൊന്ന് കുളിച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് രാവിലെ ഇരിക്കാമെന്ന്. അപ്പം ഞാനത് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ദേഷ്യമായി. എടാ മോനെ ശരത്തെ, നീ എത്ര പടം ചെയ്തിട്ടുണ്ട്? ഞാൻ പറഞ്ഞു 1. എടാ ഞാൻ 340 പടം ചെയ്തടാ. ഗിരീഷ് പുത്തഞ്ചയുടെ വരി നോക്കാൻ നീ വളർന്നു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും വളർന്നിട്ടില്ല, 5 അടി 3 ഇഞ്ചേ ഉള്ളൂ. അണ്ണാച്ചി ഇപ്പോൾ പോയത് പറഞ്ഞ് അങ്ങേർക്ക് ദേഷ്യമായി. ആ കൊണ്ടുവന്ന ലിറിക്കും പേപ്പറും പാഡും എല്ലാം കൂടെ എടുത്ത് എൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട്, നിൻ്റെ പാട്ടും വേണ്ട, ഒരു തേങ്ങയും വേണ്ടടാ എന്നിട്ട് പോയി. അടുത്ത ദിവസം രാവിലെ ഒരു 7 മണിക്ക് ഒരു ബെല്ലടി. അപ്പം ഞാൻ പോയി തുറന്നപ്പോൾ ഗിരീഷ് അണ്ണനാണ്. എന്നിട്ട് ഇപ്പോൾ ഒക്കെ ആണോടാ പാടാവോ? ദൈവാധീനം അദ്ദേഹം പല്ല് തേച്ചിട്ടാണ് വന്നത്, ഇല്ലെങ്കിൽ എൻ്റെ ബോധം പോയാൽ അസാധ്യം ഒരാളാണ്. അത് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം പേന എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നിവർത്തിയില്ല. പിന്നെ ഇത് മാത്രം ഈ H2O സേവ മാത്രമേ ഉള്ളൂ ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.